അമ്മമാരി എല്ലാവരും വെച്ചിട്ട് വിളക്ക് കയറ്റാനുള്ളൊരു ഉണ്ടായിരുന്നു. അതാണ് വിളക്ക് കയറ്റാന്ന് വെച്ചാൽ. പക്ഷെ അതിന് മുമ്പേ നമ്മുടെ ആൾക്കാരെ അതെല്ലാം ചെയ്ത് തീർത്തു. ശാഖാംഗങ്ങൾക്കും വിഷു ആശംസകൾ. ഈശ്വര പ്രാർത്ഥന ആലപിക്കാൻ വേണ്ടി ശ്രീമദ് സുധൻ, സജിത ലതീഷ്, സരിത നീലകണ്ഠൻ, വിപിന ഓം പ്രകാശ്, ബിന്ദു ശശി അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബിന്ദ ലതീഷ്. विष्णु गुरुदेवो महेश्वरः गुरु साक्षात् परब्रह्मा तस्मै श्री गुरवे नमः. भावबन्धमोडु सत्यरूपनां देवनिन् महिमयार्न कोविलिल पावन प्रभयेणुं विलकिदा സാവധാനമടിയൻകൊടുത്തിനെ അല്പമെങ്കിലുമതിൽ പ്രഭാങ്കുരം സൽപദേരുൾ തുറന്നുമെല്ലവേ ശില്പരമ്യ പദപീഠഭൂമിൽ ഉത്ഭവിച്ചു തിരുമേലെത്തണേ. സ്ഥേമയാർന്ന മണിഭൂഷണത്തിലും തൂമലോകമലമാല തന്നിലും ഹേമവിഗ്രഹമരീചിതേടുമീ മുഖരസം മറച്ചതിൽ പോറ്റിപ്പുൽകരുതുമരേഖകൾ മാറ്റിയെന്ന മണിഭാഷയിലൂടെയും കാറ്റിലാടരുതിൻ ശിതാഞ്ജലം ചീർത്തിനൊളി തെളിഞ്ഞു പൊങ്ങിനായി വാത്തിലാകിലുമെരിഞ്ഞുമേൽക്കുമേൽ നേത്രദീശമെഴിയഞ്ചിടുന്നവൻ മൂർത്തി മുൻപു നിഴലീങ്ങി നിൽക്കണേ. ഭാവഗന്ധമൊടു സത്യരൂപന ദേവനിൻ മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയനും വിളക്കിത സാവധാനമടിയൻ കൊളുത്തിനെ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതികൻ നീ ഭവാബ്ദിക്കോ. നിന്നിലും ദുഃഖപോലുള്ള നിന്നില സ്പന്ദമാകണം. അനവസ്രാതിമുത്താതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നോ തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിരോധനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാതിരും. നീ സത്യം ജ്ഞാനമാനന്ദം നീ നീ അകവും പുറവും തിങ്ങും മഹിമാപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങോ. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻമഹസാൽ ആഴിയിൽ ഞങ്ങളാദവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം
നിത്യം വാഴണം വാഴണം സുഖം ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. അതിനുവേണ്ടി അതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ പ്രസിഡന്റ് PK വത്സൻ അങ്കിൾ, വൈസ് പ്രസിഡന്റ് ശ്രീ വിഷ്ണുദേവ്, സെക്രട്ടറി വിജയൻ അങ്കിൾ, സീനിയർ മെമ്പർ ഇമ സതീശൻ ചേട്ടൻ, വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ശശി, നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രീകൃഷ്ണ സിൽക്സിന്റെ MD മിസ്റ്റർ വേലൻ കൃഷ്ണൻ. അവര് കുറച്ചു നേരത്തിന്റെ ഉള്ളിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് തുടങ്ങി വെക്കാം അല്ലേ? വനിതാ വിങ്ങിന്റെ അംഗങ്ങളെല്ലാം വരിക. അമ്മമാരാരെങ്കിലും അതിന് കർപ്പൂരം ഏതെന്ന് മാത്രം എല്ലാവർക്കും ഉള്ള സൗകര്യമില്ല, അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. പെട്ടെന്ന് അതിന് എണീറ്റ് വന്നുള്ള വനിതാ വിങ് എല്ലാവരും വന്നിട്ട് കർപ്പൂരം കാണിച്ചിട്ട്
ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ അടുത്ത് വിട്ടുപോയി എല്ലാവരും ഒന്ന് സൈലന്റ് ആയിരിക്കും പ്ലീസ്. അമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പ്ലീസ്. നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ CT സതീശൻ ചേട്ടൻ, നമ്മുടെ വഴികാട്ടിയും മാർഗദീപവുമായ അദ്ദേഹം നമുക്ക് എന്നും ഒരു റോൾ മോഡലാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ വർഷത്തെ വിഷു ആഘോഷം. കൂടുതൽ സംസാരിക്കാനുമായി അമ്പത്തൂർ SNDP ശാഖ സെക്രട്ടറി ശ്രീ MB സുധൻ ചേട്ടനെ ക്ഷണിക്കുന്നു. ബാക്കിൽ വരിക, കുറച്ച് ഫ്രണ്ടിൽ വരും കേട്ടോ. ഓക്കെ, ശരി. നമ്മുടെ ഇന്നത്തെ വിഷു ദിനം നമ്മൾ കുറച്ച് ഏർലി ആയിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു, 7-ാം തീയതി April 7. സോ അതിൽ നമ്മൾക്ക് ഏകദേശം ഒരു 200 പേരെയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതായിരുന്നു. 200 പേര് നമ്മൾ പങ്കെടുക്കാനുണ്ടായിരുന്നു ആ സമയത്താണെങ്കിൽ. ഇപ്പൊ വെക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ഫാമിലീസ് എല്ലാം നാട്ടിൽ പോയിരിക്കുന്നു, കുറേ പേർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാര്യം ഇപ്പൊ 7-ാം തീയതിയിൽ നിന്നും കൊണ്ട് മാറ്റിയത് ഇവിടെ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു, എല്ലാവർക്കും അറിയാം. അതേമാതിരി തന്നെ ഇന്നത്തെ വിഷു ഈ പ്രോഗ്രാം ഇത്രയും ഈ ചൂട്ടിലാണെങ്കിൽ ദൂരെ നിന്ന് എല്ലാവരും ഇവിടെ സന്നിഹിതരായി വന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ അമ്പത്തൂർ ശാഖയുടെ പേരിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതേമാതിരി തന്നെ ഇതിൽ സാമ്പത്തിക പരിശ്രമങ്ങൾ അങ്ങനെ എല്ലാവരും ഒരു പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും വളരെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് നിറയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായിട്ടും ഫിസിക്കലായിട്ടും എല്ലാം നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാഖയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ പൂജ വളരെ ഗംഭീരമായി തീർക്കാൻ ഗുരുദേവനും നമ്മുടെ എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഇനിയും നമ്മുടെ അല്ല അങ്ങനെയില്ല, അമ്മയല്ല, കുറച്ച് വരാൻ പറ്റുന്നവരെല്ലാം കുഴപ്പമില്ല. കുറച്ച് നോക്കാം, ഈ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് വരാനുള്ളതല്ല, അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഈ വിഷു ഞാനിഞ്ഞും ദീർഘിപ്പിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സതീശേട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചെയ്യുമ്പോൾ സതീശേട്ടനാണ് അത് സ്പോൺസർ. അദ്ദേഹം നമ്മുടെ കൂടെ ഇപ്പം ഇല്ല, പക്ഷെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതും നല്ലൊരു എനർജി ആയിരുന്നു. ശരി, ഇപ്പം അദ്ദേഹം നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞിരിക്കുന്നു. എങ്കിരുന്നാലും അവരുടെ ആ ഊർജ്ജം വെച്ച് നമുക്ക് വളരെ മുന്നോട്ട് പോകണം. അവരുടെ കുടുംബത്തിൻ്റെയും ഇപ്പോൾ വിഷ്ണു അമ്മ അവരെല്ലാവരും വിജയങ്ങളെല്ലാവരും സപ്പോർട്ടോടു കൂടി നമുക്ക് വീണ്ടും വളരെ ഭംഗി അടിഞ്ഞ് നന്നായിട്ട് സതീശേട്ടനെയൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് അവരുടെ ഒരു മുന്നോടിയായിട്ട് നമ്മൾ വെച്ച് നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ ആഗ്രഹത്തോടു കൂടി നന്നായി നമ്മൾ വീണ്ടും പൂർവാധികം ഭംഗിയോടെ നന്നായി കൊണ്ടുപോകണം. ഈ വർഷത്തെ വിഷു കഴിഞ്ഞിട്ട പ്രോഗ്രാം കുറച്ച് ഡിലേ ആയില്ലേ ഓൾറെഡി. ഇപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് എല്ലാവരും ഒന്ന് മുൻകൂട്ടിയൊക്കെ വന്ന് നമ്മളെല്ലാവരും ഇൻവോൾവ്മെൻറ്റോടെ എല്ലാ കാര്യത്തിലും നിന്ന് കഴിഞ്ഞാൽ ഇനിയും പൂർവാധികം ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. അടുത്തത് ഇപ്പോൾ നമുക്ക് അടുത്ത ഒരാൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകൃഷ്ണ ടെക്സ്റ്റൈൽസിൻ്റെ അവരാണ് ഗസ്റ്റായിട്ട് വരാമോ, അവർക്ക് ഇപ്പോൾ ഒരു ബിസിനസ് വരുമ്പോൾ ഔട്ട്സൈഡിൽ പോകേണ്ടായിരുന്നു. പുള്ളി വന്നിട്ടില്ല, കുറച്ച് ഡിലേ ആകും വരാൻ പറഞ്ഞു. സോ അവർക്ക് നമുക്ക് ലാസ്റ്റ് ടൈം നല്ലൊരു സ്പോൺസറൊക്കെ ചെയ്തിരുന്നു, അത് നമ്മുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. വീണ്ടും ഇനിയുള്ള ഫ്യൂച്ചറിലായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കും, സപ്പോർട്ട് ചെയ്യും, എന്താ ഹെൽപ്പ് എല്ലാം ചെയ്യുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവർക്കും അമ്പത്തൂർ ശാഖയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വേറെ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല, അടുത്ത ടൈം ധാരായി പോയി.
ശരി, അടുത്ത പരിപാടികളിൽ നമുക്ക് പോകാം. ഓക്കെ, നന്ദി, നമസ്കാരം. അവരുടെ ആത്മാവ് കാണുന്നുണ്ടാവും. ഇവിടെ വന്നവരും ഇവിടെ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അവരവിടുന്ന് കാണുന്നുണ്ടാവും. തീർച്ചയായും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളേവരും സഹകരിച്ച് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഏവരെയും അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇല്ല, സെക്കൻഡ് അവിടെ നിൽക്കും. അപ്പോൾ ഇപ്പോൾ ഈ വർഷത്തിലെ നമ്മുടെ ആദ്യത്തെ ഇപ്പോൾ എലക്ട് ആയ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് നമ്മുടെ ശാഖയുടെ ഓരോ പൊന്നാട പത്തുന്ന വിജയങ്ങൾ ഒന്നിച്ചു. പുതിയ പ്രസിഡന്റാണ് PK വത്സൻ അങ്കിൾ, നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയ ശ്രീ വിഷ്ണുദേവിനെ 2 വാക്ക് സംസാരിക്കാൻ. ഓരല്ലോ കഴിഞ്ഞിട്ടാണോ? ഓക്കെ ഓക്കെ. വിഷുവിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. സതീഷ് ചേട്ടന്റെ നമ്മൾ കണ്ണിൽ കണ്ടുകൊണ്ട് മോനെ അടുത്ത ഇതിലോട്ട് നമ്മുടെ വിഷ്ണു പ്രസാദാണ് വൈസ് പ്രസിഡന്റ്. ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഇനിയുള്ള എല്ലാ നമ്മുടെ കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കും. അച്ഛനുള്ള സമയത്ത് കുറച്ച് ബാക്കായിരുന്നു, സപ്പോർട്ട് ഉണ്ട്, പക്ഷെ എന്തിനും സംസാരിക്കാൻ പുറത്ത് വരില്ലായിരുന്നു. ബാക്കിൽ നിന്ന്, അച്ഛന്റെ ബാക്കിൽ നിന്ന് എല്ലാത്തിനും നല്ല ഫുൾ സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ ഇനി വന്ന് മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അവര് നമ്മുടെ ശാഖയുടെ നമ്മുടെ ഇമ്മാച്ചേട്ടൻ അവരെ ആദരിക്കുന്നതാണ് പൊന്നാട്. കയ്യടി പോരാ. ശ്രീ ഇമാ സതീശൻ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സീനിയർ മെമ്പർ. ഞാൻ മാറ്റിപ്പിക്കാം. മലയാളം. ഗുരുനാരായണ ഗുരുദേവൻ എൻ്റെ ഒരു അനുഗ്രഹമാണ് നമ്മൾ ഈ ശാഖ ഇത്ര ഹാപ്പിയ ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ. ആ സ്വാമിയുടെ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും വളരെ സഹകരണ മനോഭാവം, നല്ല അർപ്പണം ബുദ്ധി, പിന്നെ നല്ല ബുദ്ധി, ശക്തി എല്ലാം അവർക്ക് തന്നുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു നമ്മളെ ഈ പരിപാടിയിൽ സംഘടിപ്പിക്കാൻ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ശ്രീ സതീശൻ ചേട്ടൻ്റെ ഈ അനുസ്മരണം അത് എല്ലാവരെയും ഒരു നിമിഷം ചിന്തിപ്പിക്കുന്നു. ഓക്കെ, അത് എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ. ഇനിയുള്ള കാര്യങ്ങൾ ടീച്ചറായിട്ടുള്ള ഓക്കെ, ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അദ്ദേഹത്തിൻ്റെ മകനോടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒത്തൊരുമയോടെ ഭാവിയിലോട്ട് കണ്ടിന്യൂ ചെയ്യാൻ. ഇനി അടുത്ത ഓണം പരിപാടി വരുന്നു. ഇതിന് അതിനുള്ള അടുത്ത സ്റ്റെപ്പാണ് ഇത് കഴിഞ്ഞാലുള്ളത്. ഇതെല്ലാം നമ്മളുടെ ഒരു ഗുരുദേവൻ്റെയും ഒരു അനുഗ്രഹത്തോടെ നമ്മൾ ഇന്ന് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാം. ഈ പരിപാടി നല്ല രീതിയിൽ നടക്കട്ടെ, നടക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവർക്കും വളരെ SNDP ശാഖയുടെ നേതൃത്വത്തിൽ താങ്ക്സ് പറയുന്നു. പോരാ 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 പോരാ.
നമ്മുടെ കഴിഞ്ഞ വർഷം ഓണത്തിന്റെ വിഷുവിന്റെ ടൈമിൽ ഒന്ന് സതീഷ് ചേട്ടൻ പറഞ്ഞതിന് ശേഷം അടുത്ത നമ്മുടെ ഇന്നത്തെ ഈ വിഷു കൈനീട്ടം പ്രോഗ്രാമിന് പ്രചോദനമായിട്ടുള്ള രണ്ടാമത്തെ വ്യക്തിത്വത്തിനുടമയായ ശ്രീ സോജി ഒരു 2 വാക്ക് പറയാം. അവർ 2 പേരാണ് നമ്മൾ ഈ വർഷത്തിന് അഡ്വാൻസ് 1 ഇയർ ബിഫോറേ വന്നിട്ട് അതിനുള്ള സ്പോൺസർ തന്നത്. ഒരു 2 വാക്ക്. സോജി പുരുഷോത്തമൻ. വൈഫിന്റെ പേര് റാക്കിയാണ്. നിറയെ പേർക്ക് കുറച്ചുകൂടെ എണീറ്റ് നിന്നാ ഒന്ന് കാണാം. ഒന്ന് ബാക്കിൽ നോക്കിക്കോ. വൈഫ് ആണ്. ഇങ്ങോട്ട് വാ. എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു റിലേറ്റഡ് വിഷു ആശംസകൾ. ഇനിയുള്ള വിഷു അല്ല ഓണം ഫംഗ്ഷനാണ് നമുക്ക് എല്ലാവരും കാണാൻ പറ്റുക. സോ വളരെ സന്തോഷം. അതില്ല ഇന്ന് മെയ് 1 ആണ്, ലേബേഴ്സ് ഡേ ആണ്. ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരു എന്താണ് ലേബേഴ്സ് ഡേ ആശംസകൾ. താങ്ക് യു. വിഷു കൈനീട്ടം തുടങ്ങാൻ പോവുകയാണ്. അതിനടുത്ത ശേഷം അടുത്തത് കൾച്ചറൽ പ്രോഗ്രാം. അപ്പോൾ കുറച്ച് ബിഫോർ ആയിട്ട് നന്ദി അറിയിക്കാൻ വേണ്ടി നമ്മുടെ ലതീഷ് പ്ലീസ് കം ടു ദി സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയാനാണ് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എല്ലാവർക്കും ഒത്തൊരുമിച്ച് വരാനൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ട്. അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും ഒരുപോലെ പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഇനി വരുന്ന നമ്മുടെ ചതയപൂജ എന്ന് പറയുന്നത് 3-ാം തീയതിയാണ് വരുന്നത്. അന്ന് ആർക്കെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ ഇന്നോ അല്ലെ നാളെ അറിയിക്കുക. പിന്നെ വേറെ പ്രത്യേകിച്ച് എന്താ പറയുന്നൊന്നുമില്ല. എല്ലാവർക്കും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെയും വനിതാ വിങ്ങിൻ്റെയും SNDP ശാഖയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പൊ പുതുതായിട്ടൊരു വന്ന നമ്മുടെ മെമ്പേഴ്സ് മണികണ്ഠൻ ആൻഡ് ഫാമിലി ഒന്ന് സ്റ്റേജിൽ ഒന്ന് പരിചയപ്പെടുത്താനാണ്. പുതിയ മെമ്പർ അജിത്ത് വന്നിട്ടില്ല. അജിത് ദീപ്തി മണികണ്ഠൻ ആൻഡ് ഫാമിലി വരും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുനീത. ഞാനിവിടെ അമ്പത്തൂർ അയ്യപ്പാലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. 2 കുട്ടികളുണ്ട്. ഹസ്ബൻഡ് ബിസിനസ്സാണ്, ഇവിടെ തന്നെയാണ് സെറ്റിൽഡാണ്. ഞാൻ നാട്ടിൽ തിരുവല്ല, ഹസ്ബൻഡ് തൃശ്ശൂരാണ്. കുട്ടികൾ ഒരാൾ 10th സ്റ്റാൻഡേർഡ്, ഒരാൾ +2 പഠിക്കുന്നു. എൻ്റെ പേര് സുനീത. ഹസ്ബൻഡിൻ്റെ പേര് മണികണ്ഠൻ. ഒരാൾ പവിത്ര, വീണാശ്രീ. വെങ്കടേശ്വര വിദ്യാലയ CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. 2 പേരും അയ്യപ്പാക്കം. ഇല്ല, താങ്ക് യു. എന്തായാലും ഇനി നമ്മുടെ കുടുംബത്തിൽ ഇനിയൊരു മെമ്പേഴ്സ് 3-4 പേര് കൂടെ ചേർന്നിരിക്കുന്നു. നമ്മൾ വീണ്ടും അവരെല്ലാം ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അവരുടെ എല്ലാവരും സപ്പോർട്ടോടെ. ഓക്കെ, താങ്ക് യു. ദീപ്തി അജിത്ത് വന്നിട്ടുണ്ടോ പുതിയ മെമ്പർ? ഇത് നമ്മുടെ ഇപ്പൊ പുതിയ മെമ്പറാണ്. ദീപയുടെ ഇളയമ്മയാണ്, അമ്മയുടെ അനിയത്തിയാണ്. അവര് അണ്ണാന്നൂരിലായിരുന്നു, ഇപ്പൊ ഇവിടെ നമ്മുടെ ഒരകടത്തിലോട്ട് വന്നിട്ടുണ്ട്. ദീപയുടെ ഇളയമ്മ ഇന്ദ്ര, അശ്വതി മോള്, പിന്നെ ആശ, ഇനിയൊരു മോള്. 2 പേരും ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ഒന്ന് മുൻകൂട്ടി ഇങ്ങോട്ട് വരിക. അതിന് മുമ്പായിട്ട് അപർണ, ഇതില് നമ്മള് കഴിഞ്ഞ ഓണത്തിന് ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു എഡ്യൂക്കേഷന്റെ. ആ ക്യാഷ് പ്രൈസിന്റെ മോള് വന്നിട്ട് എല്ലാവരും മുമ്പിൽ വെച്ചിപ്പോ അവർക്ക് അത് കൊടുക്കുകയാണ്. ശ്രീകൃഷ്ണൻ സ്പോൺസർ ചെയ്തത് നമുക്ക്
പാദം തൊഴുന്നേ പീലിച്ചുരുൾ മുടിയും നീലത്തിരുമുടലും ബാലത്തോടു കുറിയും താണു തൊഴുന്നേ കേശാദി പാദം തൊഴുന്നേ മകര കുണ്ടലമിട്ട മലർക്കാത തൊഴുന്നേ ആ
വക്രതുണ്ടായ ഗൗരി പ്രണയായ ധീമഹി ഗജേശാനായ ബാലചന്ദ്രായ ശ്രീ ഗണേശായ ധീമഹി. നമ്മുടെ മനസ്സിലൂടെ ഒരു യാത്രയ്ക്ക് തയ്യാറാവുക. പവിത്രമായ വിഷുവിന്റെ ഒരു ദിവസമാണ്. നമ്മളെല്ലാവരും സർവശക്തനായ ഈശ്വരന്റെ മുന്നിൽ തുല്യരാണ്. നമ്മളെ നാം ആക്കിയ പലരും നമ്മെ വിട്ട് പോയിട്ടുണ്ട്. എങ്കിലും ആത്മീയമായ ആത്മാവിനോടുള്ള ഒരു ബന്ധം നമുക്ക് ഇന്നും ഉണ്ട്. അത് നമ്മുടെ ഉൾമനസ്സിലൂടെ കാണാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഈ വിഷുവിന്റെ സാന്നിധ്യത്തിൽ, ഈ പവിത്രമായ ഈ ഒരു നിമിഷത്തിൽ നമ്മളിവിടെ നമ്മളെ കാണാൻ, നമ്മളെ ആശീർവദിക്കാൻ, നമ്മളോടൊപ്പം ഇരുന്ന് ഒരു വിഷുസദ്യ ഉണ്ണാനും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കുവാനും ഒക്കെയായി പൂജ്യനായ ഗുരുദേവനെ നമ്മൾ ഇവിടെ ആനയിക്കുകയാണ്. കൈകളിൽ പൂക്കളും വിളക്കുമായി നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാവരുമായി അദ്ദേഹത്തിനെ ആനയിക്കാൻ നമ്മൾ പോകുന്നു. നമ്മുടെ ആഗമനം കാത്ത് ഗുരുദേവൻ അവിടെ കാത്തു നിൽക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ തീഷ്ണയാർജിച്ച കണ്ണുകളെ കാണാം. അദ്ദേഹത്തിൻ്റെ നമ്മളെ കാണുന്നു എന്നുള്ള ആ ഒരു പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ തെളിഞ്ഞു കാണുന്നു. വളരെ ആശ്ചര്യത്തോടു കൂടി, വളരെ ആത്മസംതൃപ്തിയോടുകൂടി നമ്മൾ അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം നമ്മളെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരനെ പോലെയും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടും മാമനായിട്ടും അമ്മാവനായിട്ടും എല്ലാമായി കാണുന്ന നമ്മുടെ സതീശേട്ടൻ വളരെയധികം സന്തോഷത്തോടു കൂടി, ആനന്ദത്തോടു കൂടി അദ്ദേഹത്തിനോടൊപ്പം ഈ ഒരു സന്നിധിയിലോട്ട് വരാൻ തയ്യാറെടുക്കുകയാണ്. അവരുടെ കാൽക്കലിലേക്ക് പുഷ്പങ്ങളെ അർപ്പിച്ചുകൊണ്ട്, വളരെ അവരുടെ അനുഗ്രഹങ്ങൾ മേടിച്ചുകൊണ്ട് അവരെ നമ്മുടെ ഈ സാന്നിധ്യത്തിലേക്ക് പതിയെ പതിയെ ക്ഷണിച്ച് കൊണ്ടുവരികയാണ്. നമ്മൾ മനസ്സ് നിറയെ സന്തോഷവും സമാധാനവുമാണ്. ഐശ്വര്യമാർന്ന ഇനിയൊരു വർഷത്തിനു വേണ്ടി നമ്മൾ ഇന്ന് വളരെ സന്തുഷ്ടരാണ്, സന്തോഷവാന്മാരാണ്. അവരുടെ ആഗമനം നമുക്ക് വളരെയധികം സന്തോഷത്തെ നൽകി കഴിഞ്ഞിരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയും കുട്ടികളുടെ ആഹ്ലാദത്തോടു കൂടിയും ഒക്കെ ആയിട്ട് പതിയെ പതിയെ അവർ നമ്മളിലോട്ട് ഈ ഒരു സാന്നിധ്യത്തിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. കൈ കൂപ്പിക്കൊണ്ട് അവരിൽ നിന്നുള്ള ആ ഒരു അനുഗ്രഹം വാങ്ങിക്കുന്നതിനായി മനസ്സുരുകി പ്രാർത്ഥിച്ച് എല്ലാ ഐശ്വര്യങ്ങളും നമ്മളിലോട്ട് എത്തിച്ചേരണമേ, എപ്പോഴും നമ്മുടെ ഗുരുദേവന്റെ സാന്നിധ്യവും നമ്മളോടൊപ്പം ഉണ്ടാവണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെയധികം നിറഞ്ഞ മനസ്സോടുകൂടിയും ശാന്തമായ മനസ്സോടുകൂടിയും സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടിയും നമ്മൾ കൈകൾ കുപ്പി അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹം മേടിക്കാം. വളരെയധികം സന്തോഷവാനായ അദ്ദേഹം നിങ്ങളെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനിയൊരുള്ള അങ്ങോട്ടുള്ള ജീവിതം നല്ല മാർഗങ്ങളെ കാണിച്ചുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഒരു അനുഗ്രഹത്തിന്റെ ദീപമായി തെളിഞ്ഞുകൊണ്ട് എപ്പോഴും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരു 2 മിനിറ്റ് കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കാം.
പ്രത്യക്ഷത്തിൽ ഈ ഒരു സന്തോഷ നിമിഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാം. ഇതിലൊന്നും പ്രശ്നങ്ങളില്ല. പക്ഷെ നമ്മൾ അറിയുന്നത് എന്താണോ അത് നിഷ്കളങ്കമായി പറയാൻ നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കണം. പറയൂ. എങ്ങനെ? നിന്ന് കൈനീട്ടം മേടിക്കണം. ഓക്കെ. അടുത്തത് പടക്കം പൊട്ടിക്കും. സദ്യ. പടക്കം പൊട്ടിക്കും, സദ്യ. ഓക്കെ. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? അതായത് ഞാൻ ഇന്നലെ മൈസൂരിലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ എത്തണം എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു ജോലി അല്ലെന്ന് പറഞ്ഞെങ്കിൽ ഒരു ട്രഡീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത് മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ കർഷക സമയത്ത് ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ്, കൊയ്ത്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ അട്ടിയിട്ട് വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലേ. അതെന്താണെന്ന് വെച്ചാൽ അത്രയും സമൃദ്ധിയാണ് നമ്മുടെ. അതൊക്കെ സെയിലാവുന്നതോടുകൂടി, വിൽക്കുന്നതോടുകൂടി അത്രയും പണം നമ്മളിലോട്ട് എത്തിച്ചേരുകയാണ്. അപ്പൊ അന്ന് തന്നെ ഒരു വർഷത്തിന്റെ ആ ഒരു കാലവർഷത്തിന്റെ എന്ന് പറയുന്ന ആ ഒരു വർഷത്തിന്റെ ഒരു സമയമാണത്. അപ്പൊ അത് അന്നിന്റെ ആരംഭമാണ്, ഒരു വർഷ ആരംഭം എന്ന രീതിയിലാണ് നമ്മൾ ഈ വിഷു കൊണ്ടാടുന്നത്. അപ്പൊ വിഷു എന്നുള്ള പേര് അതിന് വരാനുള്ള ഒരു കാര്യമുണ്ട്. പറ്റുന്നവരൊന്ന് നോട്ട് ചെയ്താൽ കുഴപ്പമില്ല കേട്ടാ. വിഷുവം എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ്. വിഷുവം എന്ന് പറഞ്ഞ എന്നതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് തുല്യത, ഈക്വൽ. എന്താണ് ഇവിടെ ഈക്വൽ? മനുഷ്യര് എന്നാണ് നമ്മൾ കരുതുക. ഇതിന്റെ കണക്ക് അതല്ല. ഈക്വൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വെയിൽ കാലങ്ങളിൽ ദിവസം കൂടുതലാണ്, രാത്രി കുറവാണ് അല്ലെ. ഒരു 7 മണിയായാലും 7:30 ആയാലും വെയിലുണ്ടാവും, അല്ലെങ്കിൽ ഒരു വെളിച്ചം ഉണ്ടാവും അല്ലെ. പക്ഷെ വിഷു ദിനത്തിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയമാണ്. ദിവസവും രാത്രിയും ഈക്വലായിട്ട് വരുന്ന ഒരു സമയമാണ് വിഷുവം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് വിഷു എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മളിലോട്ട് എത്തിച്ചേർന്നത് എന്ന് പറയുന്നത്. അപ്പൊ രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു. ഓക്കെ. അത് കഴിഞ്ഞാൽ ഓണം പോലെ തന്നെ വിഷുവിന് നമ്മ മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഷു തന്നെയാണ്. ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, മേടമാസത്തിന്റെ വിഷുവിന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞത് ചക്കയാണ്. അപ്പൊ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചക്ക മാത്രമല്ല, എല്ലാ മാങ്ങ, ചക്ക, മാങ്ങ എന്ന് പറയുന്ന എല്ലാ പച്ചക്കറികളും നല്ല സമൃദ്ധിയോട് വളരുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ സന്തോഷം നമുക്ക് ഉണ്ടാവും അല്ലേ. കാരണം അതിനെ കാണുമ്പോൾ നമ്മൾ ചക്കയായിട്ട് മാത്രമല്ല കാണുന്നത്, ഒരു കർഷകന് കാണുമ്പോൾ അതിന് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പണം വരും. അപ്പൊ ആ ഒരു സമൃദ്ധിയായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ മാസത്തിലാണ് നമ്മൾ ഇതിന് അതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ചക്ക വെച്ച് പല വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കാറുണ്ട്, പല രീതിയിലുള്ള വിഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ. വിഷുക്കട്ട കേട്ടിട്ടുണ്ടോ അല്ലേ? വിഷുക്കട്ടയൊക്കെ അതിന് കൂട്ടുന്ന കറികള്, ചക്കയുടെ തോലടക്കം, ആ മുള്ളടക്കം നമ്മള് കറികൾ വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമ്പ്രദായം നമ്മളിലുണ്ട്. ഓക്കെ. അപ്പോ അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത് വിഷുക്കണി ഒരുക്കുക, കണി കാണുക, കൈനീട്ടം വാങ്ങുക, പുതുവസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്. അന്ന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കളർ എന്താണ് ഇവിടെ വെച്ചാൽ? മഞ്ഞ അല്ലെ. എന്തുകൊണ്ടാണ്? കൊന്നപ്പൂവിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും പറയാം കുട്ടികൾക്ക്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മഞ്ഞ, ഈ കൊന്നപ്പൂവിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ആ മാസം മാത്രമേ പൂക്കുള്ളൂ. പക്ഷെ കേരളത്തിൽ കണക്ട് ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. എന്താണ്? ദേശീയ പുഷ്പം. എക്സലന്റ്. നമ്മുടെ കേരളത്തിന്റെ ദേശീയ പുഷ്പമാണ് കണിക്കൊന്ന. അത് മറ്റെന്തെങ്കിലും തരുന്നുണ്ടോ? ഒന്നുമില്ല. വരുന്നത് എപ്പോഴാ? വിഷുവിന് മാത്രമാണ് ഇതിനൊരു പ്രാധാന്യം. അത് കഴിഞ്ഞാൽ ആരും കണ്ടാ പോലും നോക്കൂല അല്ലേ. പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സമയത്ത് നിറഞ്ഞു നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ആ മഞ്ഞ കളറിന് പ്രാധാന്യം കൊടുക്കുന്നത്? അത് സ്വർണമായിട്ട് സാമ്യമുള്ളത് കൊണ്ടും അതിനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീലാണുള്ളത് അല്ലെ. ഗോൾഡൻ, പണ്ട് കാലങ്ങളിൽ വിഷു കൈനീട്ടം കൊടുക്കുന്നത് എന്താ? സ്വർണവും വെള്ളിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുത്തിരുന്നത്. അപ്പൊ സ്വർണത്തിനോടുള്ള ആ ഒരു കണക്ടിവിറ്റിയാണ് വിഷുക്കണി കാണിക്കാൻ ഉള്ള പ്രധാന ഈ ഒരു കളറിനോടുള്ള ഇമ്പോർട്ടൻസ്. ഇത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 2 തരത്തിലുള്ള വിഷു ഉണ്ട്. മേടവിഷു ഉള്ളതുള്ളത്. അവതരിച്ചു ശ്രീനാരായണ ഗുരുദേവൻ, ചെമ്പഴന്തിയിൽ നീ അവതരിച്ചു എന്റെ ശ്രീനാരായണ ഗുരുദേവൻ. മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്ക
ശ്രീനാരായണ ഗുരുദേവൻ ചെമ്പഴന്തിയിൽ നീ അവതരിച്ചു എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ ജാതിക്കും മതത്തിനും മേലെയല്ലോ എൻ്റെ ഗുരുദേവൻ അരുൾ ചെയ്ത മനുഷ്യ സ്നേഹം ജാതിക്കും മതത്തിനും മേലെയല്ലോ എൻ്റെ ഗുരുദേവൻ അരുൾ ചെയ്ത മനുഷ്യ സ്നേഹം മതമേതായാലും മനുഷ്യൻ നന്നാവണം മനസ്സിൻ്റെ ഉള്ളിൽ നന്മ വളരണം മതമേതായാലും മനുഷ്യൻ നന്നാവണം മനസ്സിൻ്റെ ഉള്ളിൽ നന്മ വളരണം മനസ്സിൻ്റെ ഉള്ളിൽ നന്മ വളരണം ഗുരുദേവാ ദേവാ ഗുരുദേവാ ഗുരുദേവാ ദേവാ ഗുരുദേവാ ചെമ്പഴന്തിയിൽ നീ അവതരിച്ചു എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ ഒരു പീഡ ഉറുമ്പിനും നൽകിടാതെ സ്നേഹിക്കുവാൻ ഗുരുവരുൾ ചെയ്തു ഒരു പീഡ ഉറുമ്പിനും നൽകിടാതെ സ്നേഹിക്കുവാൻ ഗുരുവരുൾ ചെയ്തു ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഏവരും ഒന്നായി വളർന്നിടണം ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഏവരും ഒന്നായി വളർന്നിടണം എൻ്റെ ഗുരുദേവൻ അരുൾ ചെയ്ത മൂലമന്ത്രം ഗുരുദേവാ ദേവാ ഗുരുദേവാ ഗുരുദേവാ ദേവാ ഗുരുദേവാ ചെമ്പഴന്തിയിൽ നീ അവതരിച്ചു എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവാ ഗുരുദേവാ ശ്രീനാരായണ ഗുരുദേവാ 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 ശിശിരകാലമേഘവിധുനരതിപരാഗമോ അതോ ദേവരാഗമോ വികാരമോ അതോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത ശിശിരകാലമേഘമിതുനരതിപരാഗമോ അതോ ദേവരാഗമോ അതോ അങ്കുലീയ പുഷ്പവും അനുഭൂതി പകരുന്ന മധുരം മദനഗാന പല്ലവി ഹൃദയ ജീവരഞ്ജിനി ഇതളിടുമീ നിമിഷങ്ങൾ ധന്യം ധന്യം ശിശിരകാല മേഘമിതുനരതിപരാഗമോ അതോ
മൃദുവികാരമോ അതോ ദേവരാഗമോ നിഷാദഹരിയും താരാഗണങ്ങളും അലിയുമീ ഹൃദയങ്ങളിൽ ശിശിരകാലമേഘമിഥുലരതിപരാഗമോ അതോ ദേവരാഗമോ കവിത കവിത പടി കണ്ണമണി മൺപോട് കാതലൻ നാനെഴുതി നടിതൈ പൊന്മണി മുൻ വീട്ടിൽ സൗഖ്യമാനാനി സൗഖ്യമേ ഉന്നയിലെ പാകയിൽ കവിത കൊണ്ടത് അതെഴുത നിറകയിൽ വാർത്ത കൊണ്ടത് ഓ കണ്ണമണി പോട് കാതലൻ നാനെഴുതി നടിതൈ எனக்கு உண்டான காயம் அதை தன்னால ஆறிடும். அது என்னமோ தெரியல, என்ன மாயமோ தெரியல, எனக்கு ஒண்ணுமே ஆவறதில்லை. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது.
ഒരു കുപ്പായക്കാരാ നിന്നോട് ഞാനൊരു പിന്നാരം ചോദിക്കാം, ഒരു പിന്നാരം ചോദിക്കാം. അല്ലരെ ഗോവിന്ദ അല്ലേ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. അല്ലരെ ഗോവിന്ദ അല്ലേ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. മിന്നലടിക്കും മേഘത്തിൽ മിന്നി മിന്നും ഗോവിന്ദ ശങ്കരത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ. പോലോ പോലോ രാധേ പോലെ ചിത്തിത്താരം തൊട്ടെന്ന നേരം നേരം നെഞ്ചിൽ തുള്ളാട്ടം. ഗോവിന്ദ 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 ആലോലത്തെ ജോട്ട ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആലോലത്തെ ജോട്ട ഗോവിന്ദ. దేవుడా దేవుడా ఏడుమల దేవుడా చూడుడా చూడుడా ఎక్క పక్కన చూడుడా. దేవుడా దేవుడా ఏడుమల దేవుడా చూడుడా చూడుడా ఎక్క పక్కన చూడుడా. ఎంగమే ఉలంగల్ எல்லாமே வைரங்கள் நீ கொஞ்சம் பட்ட திண்டகா ரிப்பீட்டே. எல்லாமே உலங்கள் எல்லாமே வைரங்கள் நீ கொஞ்சம் பட்ட திண்டகா. சத்தியெல்லாம் ஒன்று சேர்ந்தாலே சொர்க்கம் வரும் இந்த மண்ணிலே. దేవుడా దేవుడా ఏడుమలై దేవుడా చూడుడా చూడుడా ఎంక పక్కన చూడుడా. ഞാനുണ്ടളിയനിലൂടെ വീട്ടുവരമ്പെ പോകുമ്പോൾ വീട്ടുവരമ്പത്തൊരു വേനത്തണ്ടൻ വേനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് വാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുപടി പോലൊരു ചെറുപടി കൊണ്ടെന്റെ അമ്മാച്ചൻ വന്നേ. ഞാനുണ്ടളിയനിലൂടെ വീട്ടുവരമ്പെ പോകുമ്പോൾ വീട്ടുവരമ്പത്തൊരു വേനത്തണ്ടൻ വേനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് വാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുപടി പോലൊരു ചെറുപടി കൊണ്ടെന്റെ അമ്മാച്ചൻ വന്നേ. പാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുപടി പോലൊരു ചെറുപടി കൊണ്ടെന്റെ അമ്മാച്ചൻ വന്നേ. വെള്ളക്കാരൻ കൈപ്പമ്പാക്കൻ വല്ലാത്തൊരു സൂത്രക്കാരൻ പോലൊരു ജീവൻ ചെല്ലേ കൂക്കിപ്പായണത്. വെള്ളക്കാരൻ കൈപ്പമ്പാക്കൻ വല്ലാത്തൊരു സൂത്രക്കാരൻ പോലൊരു ജീവൻ ചെല്ലേ കൂക്കിപ്പായണത്. മോദിത്താരാ വിത്തിത്തൈ ദിത്തൈ തകതൈതോ മോദിത്താരാ വിത്തിത്തൈ തകതൈതോ. കാര്യം നടത്താൻ നാട്ടാരെ തൂക്കിക്കൊള്ളാൻ മൈത്രേറ്റ് അന്ന് നമ്മൾ കൊണ്ടുപോകും കോഴിക്കോട്ടേക്ക്. കാര്യം നടത്താൻ നാട്ടാരെ തൂക്കിക്കൊള്ളാൻ മൈത്രേറ്റ് അന്ന് നമ്മൾ കൊണ്ടുപോകും കോഴിക്കോട്ടേക്ക്. മോദിത്താരാ വിത്തിത്തൈ ദിത്തൈ തകതൈതോ മോദിത്താരാ വിത്തിത്തൈ ദിത്തൈ തകതൈതോ മോദിത്താരാ വിത്തിത്തൈ ദിത്തൈ തകതൈതോ മോദിത്താരാ വിത്തിത്തൈ ദിത്തൈ തകതൈതോ. താങ്ക് യു സുധീർ. കണ്ടില്ലല്ലോ എന്റെ സഖി വന്നില്ലല്ലോ. കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങിത്തോട്ടി ജനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ
നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി ചകോരി ചകോരി. കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കവിളത്തു കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ നടന്നുവല്ലോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി അനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി അനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി ചകോരി ചകോരി. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചമണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലാഴി മുഖം കണ്ടേ, ഒരു കൊച്ചുകാരി പെണ്ണിനെ കണ്ടേ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലാഴി മുഖം കണ്ടേ, ഒരു കൊച്ചുകാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊല്ലമണ്ടയിൽ മണ്ടാളപ്പുഴയും കണ്ടേ, അമ്പലപ്പുഴ വേലയും കണ്ടേ. ആലപ്പുഴയും കണ്ടേ, ഒരു അമ്പലപ്പുഴ വേലയും കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. അമ്പത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ, ഒരു മുത്തുവിക്കണ പെണ്ണിനെ കണ്ടേ. കണ്ട് ചിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ, ഒരു മുത്തുവിക്കണ പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ആരോടും ചേർന്നവരുടെ പെണ്ണാൾ മുന്നിയാച്ച, അവൾ വർഗം വെട്ടണ വേലയും കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ,
കഥ അവൾ കൊഞ്ചു കൊഞ്ചു പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചു കൊഞ്ചു പറഞ്ഞ കഥ പള്ളി കണ്ട് പഴി കണ്ട് ശബരിമലയും കണ്ട് ലക്ഷ്മണനെയും കണ്ട് പള്ളി കണ്ട് പഴി കണ്ട് ശബരിമലയും കണ്ട് ചിരിക്കണ പെണ്ണിനെ കണ്ട് ആ ചിരിക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചു കൊഞ്ചു പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കൊഞ്ചു പറഞ്ഞ കഥ ആലുവ മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം കണ്ടേ ആലുവ പുഴയും കണ്ടേ ആലുവ മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം കണ്ടേ ആലപ്പുഴയും കണ്ടേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കൊഞ്ചു പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കൊഞ്ചു പറഞ്ഞ കഥ ഒരു കച്ചവടത്തിൽ പറഞ്ഞേ തുഞ്ചൻ പറന്നു ഒരു കച്ചവടത്തിൽ പറഞ്ഞേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കൊഞ്ചു പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കൊഞ്ചു പറഞ്ഞ കഥ मेरे वादे दे मेरी दुआओं के इशारों को सहारे दे दिल को ठिकाने दे नए बहाने दे अपने करूंगी करादाए कर दे इधर भी तू निगाहे सुन रहा रो रहा हूँ मैं सुन रहा है ना तू क्यों रो रहा हूँ मैं सुन रहा है ना तू रो रहा हूँ मैं सुन रहा क्यों रो रहा हूँ मैं मंजिले रुज़वा होया है रास्ता आए ले जाए इतनी सी इल्तिजा भी तू निगाहे सुन रहा है ना तू रो रहा हूँ मैं सुन रहा है ना तू काश तू ऐसे आए जैसे कोई दुआ तू रूह की राहत है तू मेरी इबादत
പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടേന് വെള്ളമേ പുള്ളില്ല മീനുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ എത്ര ഞാൻ വാങ്ങി തന്നു വെള്ളമേ പുള്ളില്ല മീനുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ എത്ര ഞാൻ വാങ്ങി തന്നു ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി നിന്റെ അച്ഛനൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി കുഞ്ഞുനാളിൻ ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി നിന്റെ അച്ഛനൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി കൊച്ചു കൊച്ചു മുറങ്ങൾ നെയ്യുമ്പോൾ എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി നിന്റെ അച്ഛനൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി ചക്കട ചൊളകണക്കിന് തുടുതുടുത്തൊരു കല്യാണി തുടുതുടുത്തൊരു കല്യാണി കൊട്ടകരയിലെ കവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം കണ്ടടി ഞാനൊരു മിന്നായം കാട്ടൊളി മുന്നെ തുളതുളയ്ക്കുന്ന മൂർച്ചയുള്ളൊരു നോട്ടമാ മൂർച്ചയുള്ളൊരു നോട്ടമാ കാലികവന വയറരിയണി ഇടി കുടുങ്ങണ നെഞ്ചിലെടി ഇടി കുടുങ്ങണ നെഞ്ചിലെടി ചൊളകണക്കിന് തുടുതുടുത്തൊരു കല്യാണി തുടുതുടുത്തൊരു കല്യാണി കൊട്ടകരയിലെ കവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം കണ്ടടി ഞാനൊരു മിന്നായം മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിനെ കല്ലും കുട്ടിച്ചേ എന്റെ മൂലഘട്ടത്തില കല്ലവേല ഇതാ എന്റെ മൂലഘട്ടത്തില കല്ലവേല ഇതാ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിനെ കല്ലും കുട്ടിച്ചേ എന്റെ മൂലഘട്ടത്തില കല്ലവേല ഇതാ എന്റെ മൂലഘട്ടത്തില കല്ലവേല ഇതാ കെട്ടിയ പെണ്ണിനെ കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോനെന്ത് നീ പണി ചെയ്തു കല്യാണം കുട്ടികളെല്ലട വേല ഇതാ കല്യാണം കുട്ടികളെല്ലട ഇതാ പകല് മുഴുവൻ പണിയെടുത്ത് കിണക്കി കിണക്കി കിട്ടണ കാശിനെ കല്ല് കുതിച്ച് കിണക്കി കിണക്കി പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിനെ കല്ല് കുതിച്ച് എന്റെ മോളെ കട്ടത്തില്ല കല്ല വേല ഇതാ എന്റെ മോളെ കട്ടത്തില്ല കല്ല വേല ഇതാ ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരി മീൻ്റെ മീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാനേ ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരി മീൻ്റെ മീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാനേ മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ നേരം പോയി മീനും തിങ്ങേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും തിങ്ങേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരി മീൻ്റെ മീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാനേ ചെയ്തി താകെ കുഴ
കുഴപ്പത്തിലായി അവൾ കാലത്തെ നിൽക്കൂല മുറ്റമടിക്കൂല പല്ലും കൂട്ടി തയ്ക്കൂല അമ്മയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി അവൾ കാലത്തെ നിൽക്കൂല മുറ്റമടിക്കൂല പല്ലും കൂട്ടി തയ്ക്കൂല വരുത്തന്റെ പൊന്നൊളിച്ചു ചാടിയ തങ്കമ്മേ നിന്റെ പരക്കം വാതിലിനൊടുക്കം കിച്ചൊടി തങ്കമ്മേ വരുത്തന്റെ പൊന്നൊളിച്ചു ചാടിയ തങ്കമ്മേ നിന്റെ പരക്കം വാതിലിനൊടുക്കം കിച്ചൊടി തങ്കമ്മേ ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ അത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണടി തങ്കമ്മേ ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ അത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണടി തങ്കമ്മേ വരുത്തന്റെ പൊന്നൊളിച്ചു ചാടിയ തങ്കമ്മേ നിന്റെ പരക്കം പാട്ടിലിനൊടുക്കം കിട്ടടി തങ്കമ്മേ ആടണം പാടേണം എനിക്കിന്ന് പാടി തുടിക്കണം ആടണം പാടേണം എനിക്കിന്ന് ചാടി കളിക്കണം പുന്നാര പൂമ്പത്തെ പുങ്കലിൻ പൊങ്കരളേ എന്നും വന്ന പുന്നാര പൂങ്കരളേ ഉച്ചയ്ക്ക് നീ എന്റെ കൊച്ചു വാഴത്തപ്പിൽ ഒന്ന് പൊങ്കരളേ വന്നാലോ എൻ കഥ കേൾപ്പിക്കാൻ ഞാൻ ആടണം പാടേണം എനിക്കിന്ന് പാടി തുടിക്കണം ആടണം പാടേണം എനിക്കിന്ന് ചാടി കളിക്കണം ആടണം പാടേണം എനിക്കിന്ന് പാടി തുടിക്കണം ആടണം പാടേണം എനിക്കിന്ന് ചാടി കളിക്കണം आंखों से आंखें मिलती है जैसे बेचैन होके तूफान वैसे आंखों से आंखें मिलती है ऐसे बेचैन होके तूफान जैसे मौज कोई साहिल से टकराए रूप तेरा मस्ताना प्यार मेरा दीवाना भूल कोई हमसे ना हो जाए हमको ज़माना दूर ही रहना पास न आना रोक रहा है हमको ज़माना दूर ही रहना पास न आना कैसे मगर कोई दिल को समझाए रूप तेरा मस्ताना प्यार मेरा दीवाना भूल कोई हमसे ना हो जाए മണ്ണിൽ പുതുമഴ വീഴുന്നുണ്ടേ മണ്ണിൽ പുതുമഴ വീഴുന്നുണ്ടേ അങ്ങാലെ അങ്ങാലെ മണ്ണിൽ പുതുമഴ വീഴുന്നുണ്ടേ മണ്ണിൽ പുതുമഴ വീഴുന്നുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ നെഞ്ചിലൊരാളുടെ കണ്ണീരില പോലും മറിയണുണ്ടേ എന്നിലാളുടെ കണ്ണീരില പോലും മറിയണുണ്ടേ
കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല മനം ചൂടായിരം தேடி அலைகின்றது இங்கு பொழிகின்றது இந்த கொள்ளை நிலாவுடன் நனைகின்றது இங்கு சொல்லாத இடம் கூட குளிர்கின்றது மனம் சூடான இடம் தேடி அலைகின்றது மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலா உடல் நனைகின்றது கொள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலா உடல் நனைகின்றது இடம் கூட கொள்கின்றது மனம் சூடான இடம் தேடி அலைகின்றது മരനീടുക ശ്രീധന മുതലേ വേറെയുണ്ടോ അങ്ങനെ ഇനി ഞാനും മറന്നിടാൻ നല്ല മറന്നിടാൻ മരനീടുക ശ്രീധന മുതലേ വേറെയുണ്ടോ ഞങ്ങളുടെ പടിഞ്ഞാറ നടയിൽ വാളാരും കള്ളറയിൽ ഏഴര വട്ടി വിട്ടവിടെ കിടപ്പതുണ്ടേ അങ്ങനെ ഞങ്ങളുടെ പടിഞ്ഞാറ നടയിൽ വാളാരും കള്ളറയിൽ ഏഴര വട്ടി വിട്ടവിടെ കിടപ്പതുണ്ടേ അതിൽ നിന്നും മരവട്ടി വിത്ത് അകത്തോരോ ശ്രീധനമായി തരിക വേണം വടക്കും കുള്ളം വാഴും നല്ല പൊന്നച്ചനെ അങ്ങനെ അതിൽ നിന്നും മരവട്ടി വിത്ത് അകത്തോരോ ശ്രീധനമായി തരിക വേണം വടക്കും കുള്ളം വാഴും നല്ല പൊന്നച്ചനെ നെല്ലൊന്നും വിത്തൊന്നുമല്ല എന്നോട് പൊന്മകളെ ആ വിത്ത് അസുരവിത്തെന്നാണ് അതിന്റെ പേര് അങ്ങനെ നെല്ലൊന്നും വിത്തൊന്നുമല്ല എന്നോട് പൊന്മക്കളെ ആ വിത്ത് അസുരവിത്തെന്നാണ് അതിന്റെ പേര് അങ്ങനെ പള്ളിവാള ഭദ്രവട്ടകം കൈലേന്തും തമ്പൂരട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ പള്ളിവാള ഭദ്രവട്ടകം കൈലേന്തും തമ്പൂരട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ കണ്ണു കൊണ്ട് നോക്കി നീ വിത്തെന്ന് പറഞ്ഞാലും കണ്ണിന്റെ കൃഷ്ണമണി പൊട്ടിത്തെറിച്ചു പോകും അങ്ങനെ കണ്ണുകൊണ്ട് നോക്കി വിത്തെന്ന് പറഞ്ഞാലും കണ്ണിന്റെ കൃഷ്ണമണി പൊട്ടിത്തെറിച്ചു പോകും അങ്ങനെ നാവ് കൊണ്ട് ചൊല്ലി നീ വിത്തെന്ന് പറഞ്ഞാലും നാവിന്റെ കടപലകൾ പറഞ്ഞു പോകും അങ്ങനെ നാവ് കൊണ്ട് ചൊല്ലി നീ വിത്തെന്ന് പറഞ്ഞാലും നാവിന്റെ കടപലകൾ പറഞ്ഞു പോകും അങ്ങനെ കൊണ്ടാടി മോളെ കാളി മോളെ ശ്രീ കുറുമ്പെ ആ വിത്ത് അസുര വിത്ത് കൊണ്ടാടി ശ്രീ കുറുമ്പെ ആ വിത്തൊന്നും മണ്ണാട് ചെന്നാൽ മനുഷ്യർക്കെല്ലാം ആപത്താനെ ആ വിത്തൊന്നും മണ്ണാട് ചെന്നാൽ മനുഷ്യർക്കെല്ലാം ആപത്താനെ അങ്ങനെ പള്ളിവാള ഭദ്രവട്ടകം കൈലേന്തും തമ്പൂരട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ പള്ളിവാള ഭദ്രവട്ടകം കൈലേന്തും തമ്പൂരട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ നീരാനരാഗത്തെ നിന്നു ചൊല്ലി ഞാനോട്ടാ
വാ, എല്ലാത്തിലും വാ 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 വാ. കൺമാശ്രമത്തിൽ കാവ്യശാകുന്തളയോ അവന കയ്യാൽ നിന്നെ തഴുകുന്ന മധുപാത്രമോ രാത്രി മാഞ്ഞുപോയി കൈലേന്തും തമ്പുരട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ പള്ളിവാള ഭദ്രവട്ടകം കൈലേന്തും തമ്പുരട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി അങ്ങനെ അങ്ങനെ അപ്പൊ പിന്നെ ആ സിമ്പിളല്ലേ അവിടെ പാടും വരണോ അക്കരെ ചീമയഴകിലെ മനമാടകണ്ടേ അക്കരെ ചീമയഴകിലെ മനമാടകണ്ടേ രണ്ടുപേര് പോരാ അടുത്തതിലേക്ക് അതിലല്ല പാടുപാട് പൊന്മണി വീട്ടിൽ സൗഖ്യമാനാണെന്തു സൗഖ്യമേ ഉന്നെ എന്നെ പാർക്കയിൽ കവിത കൊട്ടത് അറിയരുത നിനക്കയിൽ വാർത്ത അതേതാ കൺമണി അൻപോട് കാതലൻ നാളെഴുതും കടിതമേ പൊന്മണി വീട്ടിൽ സൗഖ്യമാനാണെന്തു സൗഖ്യമേ സൗഖ്യമേ കാമൃതീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥന തീർത്ഥമാടും എന്മനം തേടും നിന്റെ പാതാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികെ മണിമുറ്റത്താവണിക്കണ്ടൽ മേനാപ്പുപോലെ അണിയാക്കണ്ടൽ മണവാട്ടി പെണ്ണൊരുങ്ങി മാമൂവേ നിന്റെ വെയിൽ ഇന്നല്ലോ ഇന്നല്ലോ നിന്റെ കല്യാണം കാതൽ രോജാവേ എங்கே എங்கே കണ്ണുമ്പിൽ വടിയുരടി കണ്ണേ നെഞ്ചുക്കുൾ നീരാൻ കണ്ണീരിൽ നീരാൻ നെഞ്ചുക്കുൾ നീരാൻ
രാവിൻ തിരുമരങ്ങിൽ പാടിയ പുള്ളുണർന്നു പരമുല്ല കാടുണർന്നു ആഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു തങ്കച്ചിലമ്പോയി നീ മാത്രം കിടക്കമില്ലേ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരം ആകാശത്തോപ്പിൻ കിന്നരം കിന്നരം പുലരിയിലെ പരിമഴയിൽ പതിനേഴഴകാണ് മിഴിക്കുമഴക് മൊഴിക്കുമഴക് ഉണ്ണായി വിളയാടല മലതോരം ഒരു കായം മണിയമ്മ വെരി നൈസ് വെരി നൈസ് താലി വാങ്ങിറങ്ങ് മാല വാങ്ങിറങ്ങ് ഞാനൊരു കൂട്ടുകാരൻ പന്തരിച്ചെന്നു റെട്ടില്ലേ കോട്ടയത്തൊരു കൂട്ടമുള്ള ചെന്നു തൊണ്ണൂറ് കഴിഞ്ഞു അറിയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് ആണുമീ സന്ധ്യ
தெரியாது